ജയ് ശ്രീറാം. രാമലല എന്ന ഹിന്ദി പദത്തിൻ്റെ അർത്ഥം ഒരു കുട്ടിയുടെ രൂപത്തിലുള്ള, ബാലൻ്റെ രൂപത്തിലുള്ള രാമൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ലല്ല എന്ന് സാധാരണഗതിയിൽ ഹിന്ദിയിൽ പറയാറ് അരുമ, ഓമന, ഉണ്ണി. മലയാളത്തിൽ നമ്മൾ പ്രയോഗിക്കാറുണ്ട് ഉണ്ണികൃഷ്ണൻ. കൃഷ്ണൻ്റെ ബാലരൂപമാണ് ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്നത്. അതേപോലെ രാമലല എന്ന് പറയുന്നത് രാമൻ ജനിച്ച സ്ഥലത്തെ ക്ഷേത്രം എന്ന നിലയ്ക്ക് നോക്കുമ്പോൾ അതൊരു ബാലരൂപത്തിലുള്ള പ്രതിഷ്ഠയാകുന്നതാണ് ഏറ്റവും ഉചിതം എന്ന് ആദ്യകാലം മുതലേ നിശ്ചയിച്ചു പോന്നു. അതാണ് അതിൻ്റെ പരമാർത്ഥം. അപ്പോൾ ഈ ബാലരൂപത്തിലുള്ള ആരാധനാ പദ്ധതിക്ക് വളരെ മഹത്വവുമുണ്ട്. സാധനയുടെ മാർഗത്തിൽ പുരോഗമിക്കുന്ന, അതിനെ ശാസ്ത്രീയമായി വിശകലനം ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്നൊരു വസ്തുതയാണ്, ഏത് ദേവതയായാലും ഏത് സാധനാ പദ്ധതിയായാലും ആ പദ്ധതിയിൽ പുരോഗമിക്കുന്നതിന് വേണ്ടി ആദ്യം മന്ത്രദീക്ഷ വാങ്ങുന്നത്, സാധാരണ ചിട്ടയോട് കൂടിയിട്ടുള്ള സാധനാ പദ്ധതിയിൽ ആദ്യം മന്ത്രദീക്ഷ ആ ദേവതയുടെ ബാലരൂപത്തിലാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത. ഇപ്പോൾ ദേവി ആരാധനയിൽ, ശാക്തേയ ആരാധനയിൽ പുരോഗമിക്കുന്ന ആൾക്കാർക്കറിയാം, ബാലയാണ് ആദ്യം തന്നെ കിട്ടുന്ന ആ മന്ത്രം. ബാലയെ ആരാധിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇതേപോലെ തന്നെയാണ് ശൈവിസത്തിൽ, താന്ത്രിക സമ്പ്രദായത്തിൽ ഒക്കെ ഇപ്പോൾ വടുക ഭൈരവനെ ആരാധിക്കുന്ന സംവിധാനമുണ്ട്. അത് സത്യത്തിൽ ഭൈരവൻ്റെ ബാലരൂപത്തിലുള്ള ആരാധനാ പദ്ധതിയാണ്. ഇത് എല്ലാ സാധനാ മാർഗത്തിലും ഉള്ളതാണ്. അതാണ് അതിൻ്റെ ഒരു ശാസ്ത്രീയമായ കാരണം. അതായത് വ്യവസ്ഥാപിതമായ സാധനാമാർഗത്തിൽ അതിൻ്റെ കാരണം അതാണ്. അതുകൊണ്ടാണ് ശ്രീരാമ ആരാധനയുടെ ആരംഭം എവിടെ നിന്നാണ്? അത് അയോധ്യയിൽ നിന്നാണ്. അയോധ്യയിൽ നിന്ന് ആ സാധനാ പദ്ധതി വിദ്യാമണ്ണം ആരംഭിക്കുന്ന ഒരാൾക്ക് ബാലരൂപത്തിലുള്ള ആരാധനയാണ് ആദ്യം വേണ്ടത്. ഇന്ന് മറ്റൊരു കാരണം കൂടിയുണ്ട്. രണ്ട് ഭാവത്തിലുള്ള ആരാധന നിലവിലുണ്ട്. ഒന്ന് സമ്പൂർണമായ സമർപ്പണം, രണ്ട് ഒരർത്ഥത്തിലുള്ള ദേവതയോടുള്ള ആരാധനയെ സമർപ്പണം എന്നതിനേക്കാൾ ഉപരിയായിട്ട് കടന്നിട്ട് അങ്ങേയറ്റത്തെ പ്രേമം എന്ന നിലയിലേക്ക് വരാം. ദേവൻ്റെ മുന്നിലുള്ള സമ്പൂർണ്ണ സമർപ്പണം എന്നതുപോലെ തന്നെ പ്രധാനമാണ് പ്രേമരൂപത്തിൽ ഈശ്വരനെ കാണുക, അനുരാഗ രൂപത്തിൽ അങ്ങേയറ്റം ഇഷ്ടപ്പെടുക. നമുക്കെപ്പോഴും ഇഷ്ടപ്പെടാൻ ഏറ്റവും കൂടുതൽ തോന്നുന്ന രൂപം അത് മനുഷ്യരുടേതായാലും ഏത് ആളുടെ ആയാലും ഏത് ജീവനെ ആയാലും അതിൻ്റെ ശൈശവ രൂപത്തിൽ, അതാണ് ബാലകൈശോരഭാവം പൂണ്ടു നിൽക്കുന്ന ശ്രീകൃഷ്ണനെ ആരാധിക്കുന്നതിൽ സാധകന്മാർ വളരെയേറെ താല്പര്യം കാണിക്കുന്നത്. ഇതേപോലൊരു സങ്കല്പമാണ് രാമനെ സംബന്ധിച്ചും എന്ന് പഠനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.